അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുന്തിരി വെച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ എന്നാൽ നല്ല കിഡിലൻ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടോ കഴിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി മധുരമാണ്. ഇത് നമുക്ക് കേടുകൂടാതെ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാനും പറ്റും. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കുരുവില്ലാത്ത പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം കറുത്ത മുന്തിരി വേണമെങ്കിലും എടുക്കാം. മുന്തിരി എടുക്കുമ്പോൾ കുരുവില്ലാത്ത മുന്തിരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മുന്തിരി സീസറാണ്, നല്ല മധുരമുള്ള മുന്തിരിയാണ്, ഇത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മുന്തിരി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴുകുമ്പോഴും നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കഴുകാൻ വേണ്ടിയിട്ട്. കുറച്ച് കല്ലുപ്പ് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മുന്തിരി ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഒരു 4-5 വെള്ളമെങ്കിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഈ മുന്തിരി ഈ ഞെട്ടിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാം. ഇപ്പൊ മുന്തിരിയെല്ലാം ഞെട്ടിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ അടർത്തി മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരി മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു സ്പൂണ് വെച്ചോ സ്പാച്ചില വെച്ചോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുഴുവൻ ജ്യൂസും വീണ് കിട്ടും. ഇപ്പം ജ്യൂസ് മുഴുവനും ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊത്ത് നമുക്ക് ആവശ്യമില്ല, ഈ കൊത്ത് നമുക്ക് മാറ്റാം. അപ്പം നല്ല കുറുകിയ മുന്തിരി ജ്യൂസ് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് എത്ര കപ്പ് ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസിൽ നിന്നും 1 കപ്പ്, 250 ml കപ്പിന് 1 കപ്പ് മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ മുന്തിരി ജ്യൂസ് ഒരുമിച്ച് അങ്ങ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ട കെട്ടി കിടക്കും. കുറച്ച് ഇതുപോലെ മുന്തിരി ജ്യൂസ് എടുത്ത് ഇതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചാൽ മതി. ആദ്യം നമ്മൾ 1 കപ്പ് ജ്യൂസ് ഒഴിച്ച് കോൺഫ്ലോർ കലക്കിയെടുത്തു. 2ാമത്തെ കപ്പ് മുന്തിരി ജ്യൂസാണ്. 3ാമത്തെ കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ജ്യൂസും കൂടിയുണ്ട്, ഒരു 1/4 കപ്പ്. അതൊന്നും കുഴപ്പമില്ല. അപ്പം 3/4 കപ്പ് മുന്തിരി ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് കോൺഫ്ലവറിന് 3 കപ്പ് ജ്യൂസാണ് വേണ്ടത്. അപ്പൊ 1/4 കപ്പും കൂടെ കിട്ടിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നെയ്യൊന്ന് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബാദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 250 ml കപ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നോർമൽ മധുരമാണ്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്താലും മതി. ഇനി പഞ്ചസാരയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരണം. എന്നിട്ട് വേണം ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാൻ. അപ്പം ആദ്യം പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവാണ്. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. ഇതുപോലെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒരു ഒട്ടുന്നതാണ് പരുവം. ഇനി കോൺഫ്ലോറിൻ്റെയും മുന്തിരി ജ്യൂസിൻ്റെയും മിക്സ് ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഉടൻ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ അടിയിൽ പോയി കോൺഫ്ലവർ കട്ട കെട്ടി കിടക്കും. അതുകൊണ്ടാണ് ഒന്ന് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ എല്ലാം ഒന്ന് സെറ്റായി കിട്ടും. കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാം ആദ്യം ചെറിയ ചെറിയ കട്ടകൾ പോലെ ആയി കിട്ടും. പിന്നെ എല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എല്ലാ കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളാകുന്ന സമയത്ത് മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, അപ്പം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്, ഒരു താമസവും ഇല്ല. ഇനി ഫ്ലെയിം കൂട്ടിയിടരുത്, ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം എല്ലാം ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പം നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയപ്പോഴാണ് ഇങ്ങനെ കുറുകി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഈ നാരങ്ങ നീര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വീഡിയോയ്ക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഇളക്കാൻ ഒരു പ്രയാസമില്ലാതെ ഇളക്കി കൊടുക്കാനും പറ്റും. നല്ലൊരു ടേസ്റ്റുമാണ്. നെയ്യ് തന്നെ ഉപയോഗിക്കുക, എണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്തത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ഒഴിവാക്കാം. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല പുളിപ്പുള്ള മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.25 കപ്പെങ്കിലും പഞ്ചസാര എടുക്കണം. വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് താമസമൊന്നുമില്ല. പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്, പാനിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടണം. നമ്മൾ കോരി കഴിക്കാൻ പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് കട്ടിക്കാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതുപോലെ മൊരിഞ്ഞ് വരും. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ മൊരിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ആ പാത്രത്തിൽ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്പാച്ചിലോ ഒരു സ്പൂണിലോ കുറച്ച് നെയ്യൊന്ന് ആക്കിയതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തും കൂടി കൊടുക്കണം. പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റായി പോകും. ഇപ്പോൾ അതെല്ലാം ഒന്ന് ചൂടോടുകൂടി തന്നെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും പിടിക്കാതെ കറക്റ്റായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞൊന്നും പോവാതെ നല്ല കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്